നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ കുമാർ ചെല്ലപ്പൻ. ഇന്ന് അത്തമാണ്. ഇനി ഉള്ള 10 ദിവസം തിരുവോണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും ഉത്സവങ്ങളും അരങ്ങേറുകയാണ് കേരളത്തിലെങ്ങും. മലയാളികൾ ഉള്ളിടത്തെല്ലാം ഓണാഘോഷം നടക്കും. മലയാളി മന്നനായ മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ എത്തുന്നു എന്ന വിശ്വാസത്തിലാണ് ഈ ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഓണം ഫെയർ, ഓണം ഫെസ്റ്റിവൽ, ഓണം ഷോപ്പിംഗ്, ഓണ വിൽപ്പന, വമ്പിച്ച ഓണ വിൽപ്പന എന്നുള്ള പരസ്യങ്ങളല്ലാതെ വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് വർഷങ്ങളായിട്ട്, ഇത് ഓണമാണോ അതോ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലാണോ എന്ന് സംശയം തോന്നിയിട്ടുണ്ട്. ഈ 10 ദിവസം മാത്രമേ നമ്മൾ ഓരോ കാര്യങ്ങൾ മേടിക്കാറുള്ളൂ. നമ്മൾ എന്തിനാണ് ഈ ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം പകൽ പോലെ വ്യക്തമാകും. ഈ ഓണം എന്നത് ഒരു ശുദ്ധ തട്ടിപ്പാണ്. കാരണം മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തി കേരളം ഭരിച്ചതായിട്ട് ചരിത്രപരമായി ഒരു തെളിവില്ല. നാടൻ കഥകളിലോ അതല്ലെങ്കിൽ ഈ ഐതിഹ്യങ്ങളിലോ പറയുന്നതല്ലാതെ അതിന് ഒരു 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 പ്രൂഫ് എന്ന് പറയാനായിട്ട് നമുക്കൊന്നുമില്ല. പ്രമുഖ ചരിത്രകാരനായ പ്രൊഫസർ MGS നാരായണൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, കേരളത്തിലെ ഒടിച്ചു മടക്കേണ്ടതായ 10 നുണകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 1, സെൻറ് തോമസ് കേരളത്തിൽ വന്നിട്ടില്ല. 2, കേരളം സൃഷ്ടിച്ചത് പരശുരാമനല്ല. 3, മഹാബലി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിട്ടില്ല, അദ്ദേഹം കേരളം ഭരിച്ചിട്ടുമില്ല. അത് വളരെ കൂലങ്കഷമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. കേരള ചരിത്രത്തിൽ എവിടെയെങ്കിലും മഹാബലി കേരളം ഭരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇത് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, കമ്പ്യൂട്ടർ മുതൽ കാറ് വരെ വൻ ഡിസ്കൗണ്ടിന് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവലായിട്ട് ഓണം മാറിയിരിക്കുന്നു. അതിൽ നിന്ന് മാറി എന്തെങ്കിലും സാധുക്കൾക്ക് അന്നദാനം നൽകുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയങ്ങൾക്ക് പൈസ നൽകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്രയോ പേരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് നമുക്ക് സഹായം നൽകാൻ സാധിക്കും. ഇത് വൻകിട കമ്പനികളുടെ, കോർപ്പറേറ്റുകളുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും കേരളത്തിലെ ഓരോ കമ്പനികളും ടാർഗറ്റ് ചെയ്യുന്നത് ഇത്തവണത്തെ ഓണാഘോഷത്തിന് നമുക്കൊരു 300 കോടി രൂപയുടെ വിൽപ്പന, അതല്ലെങ്കിൽ നമുക്കൊരു 350 കോടി രൂപയുടെ വിൽപ്പന ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. മലയാളികൾ സമ്പാദിക്കുന്ന പൈസ മുഴുവനും ഇങ്ങനെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ് ഇത് എന്ന് മലയാളികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കേരളം ദേശീയ തലത്തിൽ വന്ന് ആ ദേശീയ ജനവിഭാഗത്തോടു കൂടി ചേർന്ന് ദേശീയ ഉത്സവം ആഘോഷിക്കുന്നതിന്, ഇപ്പോൾ ഹോളിയോ ദീപാവലിയോ വിജയദശമിയോ ഇതൊക്കെ ആഘോഷിക്കുന്നതിൽ എനിക്ക് വലിയ കുറ്റം പറയാനില്ല. പക്ഷേ ഈ ഓണം എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എല്ലാവരും പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേപ്പറിൽ 2 ഭാഗം 3 ഭാഗമൊക്കെയാണ്. പത്രം പബ്ലിഷ് ചെയ്യുന്നവർ പറയും, നോക്കൂ നിങ്ങൾക്ക് വായനക്കാർക്ക് ഞങ്ങളുടെ ബൊണാൻസ ഉത്സവ പ്രത്യേകിച്ചിട്ടുള്ള 3 പതിപ്പുകളാണ് ഞങ്ങൾ ഓരോ ദിവസവും പുറത്തിറക്കുന്നത്. ഈ പതിപ്പുകളിൽ മുഴുവൻ ഇതാണ്, പരസ്യമാണ്. ഓരോ കടകളിലും വിൽക്കുന്ന ഡിസ്കൗണ്ട്, സൂപ്പർ ബസാറുകളിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഡിസ്കൗണ്ട്, കാർ കമ്പനികൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇളവുകൾ, ഇതെല്ലാം ചേർത്താണ് ഈ ഓണാഘോഷം സമ്പുഷ്ടമാക്കുന്നത്. ടെലിവിഷൻ ചാനലുകൾ തുറന്നാലോ കേരളത്തിൽ സൂപ്പർ സിനിമാ താരങ്ങളുടെ ഓണാഘോഷം എങ്ങനെയാണ്, ഹാസ്യ നടന്മാരുടെ ഓണാഘോഷം എങ്ങനെയാണ്, ഇതൊക്കെയാണ് കാണിക്കുന്നത്. സാധാരണക്കാരൻ്റെ ഓണാഘോഷത്തിന് അവിടെ വിലയില്ല. കാരണം അത് കാണാൻ ആൾക്കാരുണ്ടാവില്ല. സുരേഷ് ഗോപിയുടെയും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഓണാഘോഷത്തിനാണ് വിലയുള്ളൂ. സാധാരണക്കാരൻ്റെ ഓണാഘോഷത്തിന് വിലയില്ല. എൻ്റെ അർത്ഥം സാധാരണക്കാരൻ്റെ ഓണാഘോഷം ഇല്ല എന്നുള്ളതാണ്. ഇത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി ഞാൻ പറയുന്നതല്ല. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഓണം എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. മഹാബലി രാജ്യം ഭരിച്ചിട്ടേ ഇല്ല. മഹാബലി എന്ന് പറയുന്ന ഒരു കഥാപാത്രമേ ഉണ്ടായിട്ടില്ല. കാരണം
മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്ന വാമനൻ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ്. ആ വാമനന് വേണ്ടി ഇവിടെ തൃക്കാക്കരയ്ക്ക് അടുത്തൊരു ക്ഷേത്രമുണ്ട്, വാമന ക്ഷേത്രമുണ്ട്. അവിടെ പൂജ നടക്കും. നമുക്ക് മനസ്സിലാക്കാം വാമനൻ ജീവിച്ചിരുന്നു. മഹാബലിയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കാണുന്നത്? ഒരു താറ് പോലെ ഉടുത്ത മുണ്ടും എടുത്തൊരു കൊടവേറൻ, കൊമ്പൻ മീശയും വെച്ച് പരിഹാസ കഥാപാത്രമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ മഹാബലിയായി കാണുന്നത്. ഇപ്പോൾ 2 കഥാപാത്രങ്ങളുണ്ട്. അവർ രണ്ടുപേരും നമ്മളോടൊപ്പമില്ല. അവരോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പറയട്ടെ, ഓണത്തിന് മഹാബലി വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും ഒന്നിൽ കൊച്ചിൻ ഹനീഫ് വരുന്നു, അതല്ലെങ്കിൽ ഇന്നസെൻ്റ് വരുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഒരു പരിഹാസ കഥാപാത്രങ്ങളായിട്ടാണോ മഹാബലി എന്ന് പറയുന്ന ഒരു ചക്രവർത്തി അഥവാ ജീവിച്ചിരുന്നെങ്കിൽ തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്? ഇത് വേറെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ദൈവമോ അതല്ലെങ്കിൽ ചരിത്ര പുരുഷനോ ആണെങ്കിൽ അവതരിപ്പിക്കാൻ അവർ സമ്മതിക്കുമായിരുന്നോ? നമ്മൾ മനസ്സിലാക്കണം, ആധികാരികമായിട്ട് നമ്മളുടെ പോക്കറ്റ് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിൻ്റെ പ്രത്യേക ടെലിവിഷൻ പരിപാടികൾ, ഓണത്തിന് പ്രത്യേക വിശേഷാൽ പതിപ്പുകൾ, ഓണത്തിന് പ്രത്യേക ദിനപത്ര പതിപ്പുകൾ, ഇതെല്ലാം മനസ്സിലാക്കി ഇതിൻ്റെ പിന്നിലുള്ള കൊമേഴ്ഷ്യൽ താല്പര്യങ്ങൾ, വ്യാപാര താല്പര്യങ്ങൾ, വാണിജ്യ താല്പര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഇനിയെങ്കിലും നമ്മളുടെ ജീവിത രീതി, ജീവിതശൈലി മാറ്റാനായിട്ട് നമ്മൾ സഹായിക്കണം, നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.